ഇനി ഓൺ ചെയ്തോളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മദ്രസ ഇവിടെ ഷീറ്റിട്ട് നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും വീടിങ്ങനെ ഉണ്ടോ? ഞാൻ ചോദിക്കണത്, ആരെങ്കിലും ഒരാൾ വീടിങ്ങനെ ഉണ്ടോ? അങ്ങനത്തില്ല. നമ്മളെ വിറക് വരെയാണ്, നമ്മളെ വീട്ടിലുള്ള വിറക് വരെയാണ് ഈ രൂപത്തിലുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാം പഠിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ്. വാപ്പ ആരാണ്, ഉമ്മ ആരാണ്, അയൽവാസി ആരാണ്, കുടുംബം ആരാണെന്ന് മുഴുവൻ പഠിക്കുന്നത് മദ്രസയിൽ നിന്നാണ്. മദ്രസയില്ലാതെ ഒരു പള്ളി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ തമിഴ്നാടിൽ തിരുനെൽവേലി, തെങ്കാശി, വടകര പോലത്തെ സ്ഥലങ്ങളിൽ മദ്രസകൾ നിലവിൽ വന്നിട്ടുണ്ട്. അവിടെ ആദ്യമായി ചെന്നപ്പോ അവിടെ പള്ളിയുണ്ട്, പക്ഷേ മദ്രസയില്ല. കർണാടകയിൽ ചില സ്ഥലങ്ങളിൽ, ഉബ്ലി പോലത്തെ സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ അവിടെ മദ്രസയില്ല, പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരാളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് 30 കൊല്ലമായി. അങ്ങനെ നമ്മുടെ ഒരു സഖാഫി അവിടെ ദഅവത്തിന് വേണ്ടി എത്തി, ഇസ്ലാമികമായ പ്രബോധനത്തിന് വേണ്ടി അവിടെ എത്തിയിട്ട് അവിടെ അങ്ങനെ നിന്നിട്ട് ഈ ഒരാഴ്ച അങ്ങനെ നിന്നു. ഇവരെ പഠിക്കാൻ വേണ്ടി ഏത് വായതാപരോട് പറയാൻ അങ്ങനെ ഉണ്ടല്ലോ, ഇവരെ പഠിക്കാതെ വായ പറയാൻ പറ്റില്ലല്ലോ, ഇവർക്ക് എന്ത് വിഷയം. ഒരാഴ്ച ഇങ്ങനെ നിന്നു സഖാഫി. നിന്നപ്പോ ഒരാഴ്ച ഇങ്ങനെ ആയപ്പോ ഒരാളുടെ പള്ളിയിലേക്ക് ഇങ്ങനെ ഓടി വരുന്നു. എന്നിട്ട് അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം. അവിടെ ഉള്ള ഒരാൾ തൊപ്പിട്ടൊരു കാക്കയാണ്, ഒരു മൂലരാ വന്നത്. സഖാഫി നല്ല തലയിക്കെട്ടൊക്കെ കെട്ടി നല്ല മട്ടതിനാ. അപ്പൊ ഇയാളെ കണ്ടപ്പോ അസ്സലാമു അലൈക്കും ഉസ്താദ്, വഅലൈക്കും അസ്സലാം. ഞാൻ ഇപ്പൊ പള്ളിക്ക് വന്നത്, എന്റെ പെങ്ങള് മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വരണം. നല്ലോണം ശ്രദ്ധിക്കണം, മൗലൂദിന് വിളിച്ചാൽ വന്നതല്ല. പെങ്ങള് മരിച്ചിട്ട് ആ പെങ്ങളെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് ഉസ്താദിന്റെ അടുത്തേക്ക് വന്നേക്കാണ്. പടച്ചോനെ സുബ്ഹാനല്ലാഹ്, സഖാഫി അന്തം വിട്ടു. ഈ പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ, ഒരു പെണ്ണിന്റെ മയ്യത്ത് ആണിന് കുളിപ്പിക്കാൻ ഒരു മസാലയും നോക്കിയിട്ട് കാണുന്നില്ല. ആണിന്റെ മയ്യത്ത് ആണും പെണ്ണിന്റെ മയ്യത്തും പെണ്ണും കുളിപ്പിച്ചു പോരുന്നു. അതുകൊണ്ട് ഈ പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരു മസാലയില്ല. അപ്പൊ പറഞ്ഞു, നിന്റെ പെണ്ണിന്റെ പെങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റില്ല, ആണിന്റെ മയ്യത്ത് ആണും പെണ്ണിന്റെ പെണ്ണും കുളിപ്പിക്കാൻ. അപ്പൊ ഇയാള് പറഞ്ഞു, അത് സാരല്ല ഉസ്താദ്, എങ്ങനെ കുളിപ്പിക്കണം ഞാനുണ്ട്. പിന്നെയും പറഞ്ഞു പറ്റൂല. മൂന്നാമത് വീണ്ടും ഇയാൾ പറഞ്ഞു, ഉസ്താദ് എങ്ങനെ കുളിപ്പിക്കണം. അപ്പൊ ഇയാൾക്കൊരു സംശയം, ഈ പെങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് ഉണ്ടോ? ഓരോ നാട്ടിലും ഓരോ അർത്ഥം ഉണ്ടെന്ന്. ഞാൻ വയനാട് ചെന്നപ്പോ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോയപ്പോ ആ വീട്ടിലത്തെ ആള് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദെ എന്നോട് കുറച്ച് പലഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞു എന്റെ പെണ്ണുങ്ങള്. റഹ്മാനെ സ്വലാത്തും ദിക്റും ചൊല്ലിയാ പറഞ്ഞ് പലഹാരം ഉണ്ടാക്കണം. എന്തെല്ലാം ഗതികേട്, ഇവിടെ എന്തൊക്കെയാ ഉണ്ടാക്കേണ്ടിയാവും. ഒരു ചാക്ക അങ്ങനെ വന്നുകണം അവിടെ. അങ്ങനെ ഞാനൊന്ന് വിട്ടിക്കിരുന്നു, കാരണം അതൊക്കെ ഫോണിൽ കൂടെ ഏൽപ്പിച്ചിരുന്ന പരിപാടിയാണ് നമ്മളൊക്കെ. അപ്പൊ ഇവിടെ ആകുമ്പോ നമുക്ക് ധൈര്യത്തിൽ പോന്നതാ. വീണ്ടും ഇയാള് പറഞ്ഞു, എന്നോട് കുറച്ച് പലഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടി എന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. നോക്കുമ്പോ എന്നോട് പറഞ്ഞാൽ എന്നോട് എന്നർത്ഥം. അവിടെ അങ്ങനെയാ, എന്നോട് പറഞ്ഞാൽ എന്നോട്, എന്നോട് പറഞ്ഞാലോ എന്നോട് പ്രശ്നം തീർന്ന്. അപ്പൊ മൂപ്പരെ ഭാര്യ മൂപ്പരോട് പറഞ്ഞതാ തങ്ങൾക്ക് കുറച്ച് പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ, പ്രശ്നം തീർന്ന്. എന്നതുപോലെ ആങ്ങളാന്ന് പറഞ്ഞ പെങ്ങളും, പെങ്ങൾ എന്ന് പറഞ്ഞ ആങ്ങളും നെറ്റിയാണോ അർത്ഥം നിർത്തി. പെങ്ങളെ പേരെന്ത് ചോദിച്ചു, ഫാത്തിമ എന്നാണ്. റെഡിയാ, അപ്പൊ അതിന് വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ വീണ്ടും പറഞ്ഞപ്പോ ഇയാള് പറയാണ്, 30 കൊല്ലത്തോളം ഇപ്പം നമ്മളെ ഈ ഉസ്താദ് അപ്പൊ കുളിപ്പിച്ചു കൊണ്ടിരിക്കണേ. അവിടെ നമ്മള് ഒരു മൂല്യമുണ്ടല്ലോ, അയാളെ കുളിപ്പിച്ചു കൊണ്ടിരിക്കണം. പിന്നെ എന്താ പെങ്ങൾക്ക് കുളിപ്പിക്കണേ? അയാൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെതറാക്കാം, ഇവിടെ സെർവോസുണ്ട്. അങ്ങനെ 30 കൊല്ലത്തോളം അവിടുത്തെ പെണ്ണുങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു മൂല്യർ. അയാൾ മൂല്യരല്ല, അയാളൊരു നാടൻ കാക്ക. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞതുപോലെ ഒരു തൊപ്പിനിട്ട. അങ്ങനെ അയാൾ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാളെ ഭാര്യയെ കൊണ്ടുവരാൻ പറഞ്ഞു. ഭാര്യക്ക് മയ്യത്ത് കുളിപ്പിക്കാനുള്ള രൂപം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആദ്യമായി ഒരു പെണ്ണിന്റെ മയ്യത്ത് പെണ്ണ് കുളിപ്പിക്കാൻ. എന്നിട്ടോ അപ്പൊ സഖാബി മനസ്സിലാക്കി, ഇനി ഇവരെ ഖബർസ്ഥാനക്കൊന്ന് പോയൊക്കെ ഇവിടെ എന്തൊക്കെ കാട്ടണ അതാവെന്ന് അറിയില്ലല്ലോ. അവിടെ ചെന്ന് നോക്കുമ്പോ ഒരൊറ്റ കുഴി ഇങ്ങനെ കുത്തിയേക്ക. നമ്മളെ കീ കബറും മേ കബറൊന്നും ഇല്ല, ഒറ്റ കുഴി.
ഒറ്റ കുഴിയൻ കുത്തിയിട്ട് നേരെ കടത്തിയിട്ട് നമ്മൾ പൂച്ചയെ കുഴിച്ചിട്ടുണ്ട മാതിരി മണ്ണങ്ങനെ നേരെ ഡയറക്റ്റ് ആയിട്ട് ഇടുക, മൂടലൊന്നുമില്ല, നേരെ ഇടുക. അപ്പൊ സക്കാബ് ചോദിച്ച, അല്ല മനുഷ്യന്മാരെ, ഒരു മനുഷ്യനിലത് പൂച്ചൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഒമ്പലം മറുപടി തരങ്ങള് എന്താ മറുപടി പറയണത് എന്താ? ചോറൊന്നിപ്പോ കൊടുക്കണ്ട. ഏതാണ് ചെറുക്കന്മാർ? പുത്തമ്പള്ളിക്കത്ത് തിരക്കിന്റെ ഒരു മാതിരിണ്ട് ഇവിടെ. കൊടുത്തൊക്കെ നേരത്തെ റെഡി ആക്കണം. അവിടെ ഉത്തരണി വരെയൊക്കെ ഇവിടെ മദ്രസയിൽ AC ആണ്. അങ്ങനെ ഈ ചോറ് കട ഈ മാതൃത്തിൽ പതിരിയ ആളുകൾ ദ്വാരക്കടിന് മുമ്പേ കൊടുക്കും. എന്നിട്ട് ജനങ്ങൾ ഈ ചോറ്റുമതി ഇവിടെ വെക്കുക. നിലത്തും വെക്കാൻ പറ്റൂല അല്ലെ, ചോറിനോടുള്ള സ്നേഹം കൊണ്ട് മടിയിലും വെക്കാൻ പറ്റൂല. അങ്ങനെ തുണിനോടുള്ള ബഹുമാനം കൊണ്ട് പിന്നെ എവിടെ വെക്കുക, പ്രയാസാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ സദസ്സിൽ എവിടെ ഞാനത് കൊടുക്കാനായിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി. ഇങ്ങക്ക് എന്നും സമാപനം ഒന്നുമില്ലല്ലോ. നിങ്ങൾക്ക് പാകെ ഇന്നത്തോടെ കഴിഞ്ഞ് എനിക്ക് എന്നും സമാപനം, ഇനി നാളെയും സമാപനം. ഞാൻ ഇപ്പൊ 2 സമാപനം കഴിഞ്ഞിട്ടായി വരുന്നേ. 2 സമാപനം കഴിഞ്ഞ് 3ാമത്തെ സമാപനത്തിലാണ് എത്തിക്കുന്നത്. ഇന്ന് ഉച്ചക്ക് മർക്കസ് കോംപ്ലക്സ് പള്ളിയിൽ അജ്മീർ ഉറൂസായിരുന്നു. അതിനുമുമ്പ് മർക്കസ് 3 മണിക്ക് ഹക്ക് പറഞ്ഞാൽ 3:30 മണിക്ക് ഇന്ന് ചേളാരിയിൽ ഒരു കുടിരിക്കലുണ്ടായതുകൊണ്ട് 3:30 മണിക്ക് എണീറ്റ് ഓട്ടം തുടങ്ങിയതാണ്. ഇനി നാളെ ഇങ്ങനെ തന്നെ ഓടാനുള്ളത്. അങ്ങനെയാണ്. അപ്പൊ എന്നും 12 മണി 1 മണിക്കാ പൊരിക്കെത്തുക. ഇനി ഒരു ദിവസം നേരത്തെ പൊരിയിലെത്തിയാലോ ഒരു 9 മണിക്കൊക്കെ പെണ്ണുങ്ങൾക്ക് തന്നെ സംശയം, എന്തിപ്പോ ഇയാൾ നേരത്തെ പോകുന്നത്? അങ്ങനെ ഉണ്ടല്ലോ. എന്നും 1 മണിക്ക് വരുന്ന ആള് നേരത്തെ ചെന്നാൽ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നല്ല മട്ടത്തിന് ഇരുന്നോളി. അപ്പൊ എനിക്ക് നേരെ മുകളിൽ അങ്ങും പോകണല്ല, നല്ല റാഹത്തില്. അതുകൊണ്ട് എല്ലാം ചോറൊക്കെ വാങ്ങി സന്തോഷത്തോടെ പോകാം. അങ്ങനെ കബറിൽ നേരെ പൂച്ചയെ വെക്കുന്നത് പോലെ വെച്ചിട്ട് നേരെ മണ്ണിങ്ങനെ ഇടാം. മിൻഹാ ഖലഖ്നാകും, നേരെ ഇടാം. അപ്പൊ മനുഷ്യന്മാരെ എന്തെങ്കിലും കാട്ടുന്നു വെച്ച പോലെ മറുപടി, ഉസ്താദേ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും. മണ്ണിൽ നിന്നല്ലേ സൃഷ്ടിച്ച്, ഞാൻ അങ്ങോട്ടാണ് പോട്ടെയാണ്. മണ്ണിൽ നിന്നല്ലേ നമ്മൾ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇനി മണ്ണിക്കല്ലാണ് പോയിക്കോട്ടെ. ഞാൻ ഒരു ഇടതടവ് അതിന്റെ കൂടുതൽ വേണ്ടാൻ. അതിന്റെ അടുത്ത് ഒരു ഇടതടവ് ഉണ്ടെങ്കിൽ ഇനി സ്വർഗം കിട്ടിയില്ലെങ്കിലോ എന്നാണ് അവർ കരുതുന്നത്. ഇതെന്തുകൊണ്ട് വന്നു? ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇതെന്തുകൊണ്ട് വന്നു? മദ്രസ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ മദ്രസ ഇല്ലാതെ ഒരു പള്ളി ഉണ്ടായിട്ട് കാര്യമില്ല. മദ്രസയിൽ പഠിപ്പിക്കുന്നത് തിയറിയാണ്, പള്ളിയിൽ പഠിപ്പിക്കുന്നത് പ്രാക്ടിക്കലാണ്. ഒരാൾ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? മദ്രസയിൽ നിന്നാണ്. എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? പള്ളിയിൽ നിന്നാണ്. അതുകൊണ്ട് പള്ളിയേക്കാൾ ഒരർത്ഥത്തിൽ കൂലിയുള്ള ഒന്നാണ് മദ്രസ. അതുകൊണ്ട് മദ്രസകൾ ഉഷാറാകണം. ഈ 113 മദ്രസകൾ ഉണ്ടാക്കിയപ്പം അതിൽ 59 മദ്രസ 1ാം ക്ലാസ് AC ആണ്. ആ സന്തോഷം കൂടി നിങ്ങൾ അറിയിക്കാൻ. നിങ്ങളെ ഈ മദ്രസ ഇപ്പൊ സെൻട്രൽ AC ആണ്, എല്ലായിടത്തും കാറ്റാ. അതുകൊണ്ട് AC-ന്റെ വാല്യൂ ഇപ്പൊ പറയണ്ട. അത് മേലെ കൂടെ വരുന്നതും അടി കൂടെ പെടുന്ന അങ്ങോട്ട് വീസിനും ഒക്കെ റെഡിയാ. അതുകൊണ്ട് അങ്ങനെയാണ്. ഈ ഷീറ്റിന്റെ ഉള്ളിൽ നമ്മളെ മക്കൾ ഇരുന്ന് പഠിച്ചാൽ നിങ്ങളെ നാട്ടിൽ ഒരു പുരോഗതി ഉണ്ടാവില്ല. ആ പുരോഗതി ഉണ്ടെങ്കിൽ ഈ ഷീറ്റ് എടുത്ത് മാറ്റി അത് വാർക്കണം. നമ്മളെ പുര വാർപ്പ്, ബാത്റൂം വാർപ്പ്, എല്ലാം വാർപ്പ്. വിറക് വരെ മാത്രമേ ഉള്ളൂ. ഈ വിറക് വരെയും ഖുർആൻ പഠിക്കുന്ന മക്കളും ഒരേ രൂപത്തിൽ നിങ്ങൾ നടത്തിയോ ആ കുരുത്തക്കേട് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ആ ക്രിസ്ത്യൻ എഞ്ചിനീയർ പറഞ്ഞ വാക്ക് എത്തിയത്. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ അവിടെ ഓഫാക്കിച്ചത്. കാരണം ഞാൻ സൗദിക്കാർക്ക് പോണാണ്. ഇത് എല്ലാം വിടാൻ പറ്റൂല. എല്ലാം വിട്ടാൽ നമ്മൾ ഇവിടെ എങ്ങനെ വിട്ടാൽ പിന്നെ നമ്മളവിടെ നമ്മളെ പാസ്പോർട്ട് വരുമ്പോൾ അവിടെ നിൽക്കണം. അപ്പൊ അതുകൊണ്ടാണ് എല്ലാം വിടാൻ പറ്റൂല. നിങ്ങൾ എല്ലാം ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ വിടാൻ നിൽക്കണ്ട, പറ്റണ ഇട്ടാ മതി. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ഈ മദ്രസ ഇൻഷാ അല്ലാഹ് വാർക്കണം. അല്ലാഹുവേ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് അതിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനേ. അതാണ് ഇപ്പൊ അങ്ങനെ എല്ലാം മാറിയില്ലേ. ഇപ്പൊ AC വെക്കണം. അതുകൊണ്ട് മദ്രസയിലൊക്കെ AC വെച്ച് നല്ല അടിപൊളി മദ്രസയാക്കാൻ പോവാണ്. നിങ്ങളിപ്പോഴും ഹോസ്പിറ്റൽസ് ഒന്നും ഇറങ്ങിയില്ല. നിങ്ങളിപ്പോഴും പഴയ സിലബസ് തന്നെയാണ് അല്ലേ? ഇപ്പോഴും സിലബസ് നിങ്ങൾ മാറിക്കണ എനിക്ക് തോന്നുന്നില്ല. പഴയ കാലത്ത് നമ്മൾ എങ്ങനെയാ പഠിച്ചത്? മത്തം കറി അസലം കുത്തി, ബഷീർ കീസ കീറി, കുനിയൻ അമ്മിയിൽ കയറി, മണ്ടൻ ഉണ്ട തിന്നു. ഈ ന്യൂ ജനറേഷനിൽ വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന ഈ കുട്ടികളോട് കുനിയൻ അമ്മി തിന്നു, മണ്ടൻ ഉണ്ട തിന്നു, ഏതേ മൂല്യരാണ് ഗവായുധല്ലാത്ത ഒന്നിനെ എവിടുന്ന ഇയാൾ പിടിച്ചോടുന്നതാണ് അല്ലേ? ഇപ്പൊ അങ്ങനെയല്ല. ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ചിക്കൻ റോൾ തിന്നു, റെഡിയാ, ശരി, ഉണ്ടനെപ്പല്ല. ഇപ്പൊ അങ്ങനെ നിക്കാനും ഉണ്ട കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും ഒറ്റ ഏറെ കാലം. ഈ അമ്മോസാക്ക കൊണ്ടു കാണില്ല നിക്കാനും ഉണ്ട
ഉണ്ട കൊടുക്കാൻ നേരെ ഉണ്ട കൊടുക്കണ ചിക്കൻ റോള് കൊടുത്താലോ മാഷാ അല്ലാഹ് റെഡിയാ. അതൊക്കെ ഔട്ടവേഷനായി. അതുകൊണ്ട് മദ്രസകൾ ഉഷാറാകണം, ക്യാമ്പസുകൾ ഉഷാറാകണം. ആ മദ്രസയിൽ നിന്ന് ഒരു കുട്ടി അലിഫ് പഠിച്ച് അള്ളാഹു എന്ന് ഉച്ചരിക്കുമ്പോ അതിന്റെ ശതമാനം അൽഹംദുലില്ലാഹ് അങ്ങനെ കിട്ടും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അൽഹംദുലില്ലാഹ് റമളാൻ കഴിഞ്ഞ ഉടനെ നമുക്കിത് വാർക്കണം. റമദാനോടുകൂടെ ഇൻഷാ അല്ലാഹ് അതിനുള്ള പൈസകൾ എല്ലാവരും കൂടി അടുത്ത മാസവും 2 മാസത്തിലായിട്ട് ഷഅബാനും റമദാനായിട്ട് നിങ്ങൾ എല്ലാവരും കൊടുക്കണം. അള്ളാഹു ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഹാജാത്തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മകൻ ഫഖ്റുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, പേരമകൻ ഹിഷാമുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട് അത് പൂർത്തീകരിക്കാൻ ഈ തൗഫീഖ് നൽകണം റഹ്മാനേ. ആരെങ്കിലും ഒരാള് ആ കമ്പി വാങ്ങണിക്ക് ഒരു 10,000 റുപ്യ ഈ സദസ്സിൽ നിന്ന് ഇൻഷാ അല്ലാഹ് 2 മാസം 5 റുപ്യ വെച്ചിട്ട് ഒരു 10,000 റുപ്യ അൽഹംദുലില്ലാഹ് നമ്മളെ ഈ മദ്രസ ഒന്ന് വാർക്കാൻ കമ്പി വാങ്ങാൻ ഒരു 10 റുപ്യ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാള് ബിസ്മിൻ ചൊല്ലി നിങ്ങളെ കൊണ്ട് കയ്യോടെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഒരു 10 റുപ്യ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരും. എല്ലാം കൂടി ഒരാൾ ഉണ്ടാക്കണ്ടല്ലോ. ഒരു 10,000 റുപ്യ ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഞാൻ തരും എന്ന് നല്ല മനസ്സോടെ ബിസ്മിൻ ചൊല്ലിയിട്ട് ഒരു 10,000 റുപ്യ അൽഹംദുലില്ലാഹ് ഈ സദസ്സിന് ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകളുടെ കൈപ്പൊക്കി അല്ലാഹുവേ അൽഹംദുലില്ലാഹ് ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുവേ നീ കബൂലാക്കണം അല്ലാഹ്. അസ്ഹാബുൽ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ ലക്ഷ്യങ്ങളുണ്ട്, അറിയാത്ത നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണം അല്ലാഹ്. ഐശ്വര്യത്തിന്റെ കവാടങ്ങളെ അവർക്കും ഞങ്ങൾക്കും നീ തുറന്നു തരണം അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. അറിയാത്ത നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണം അല്ലാഹ്. 10,000 അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ ഒരു കൂട്ടുകാരനാരാ? എന്റെ മദ്രസ ഞാൻ 10 ലക്ഷം രൂപയുടെ വീടുണ്ടാക്കിയിട്ടുണ്ട്, 7 ലക്ഷം രൂപയുടെ വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മദ്രസയ്ക്ക് വേണ്ടി 10,000 ഞാൻ കൊടുക്കട്ടെ, ജാരിയായ സദഖ എന്ന നിലയിൽ ഇൻഷാ അല്ലാഹ് ശഅബാനിലും റമദാനിലുമായി കൊടുത്തു തീർക്കണം ബിഇദ്നില്ലാഹ്. ശവ്വാലിൽ ഞാൻ തന്നെ വന്ന് അതിന്റെ മുകളിലുള്ള കല്ലിടൽ കർമ്മം നടത്തും. അല്ലാഹുവേ അതിന് ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണം അല്ലാഹ്. ആരാ? രണ്ടാമതൊരാൾ 10,000 റുപ്യ. ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുവേ നീ കബൂലാക്കണം അല്ലാഹ്. എന്റെ ചെറുപ്പക്കാർ മുന്നിലാണ് അല്ലാഹുവേ, അവരുടെ കച്ചവടങ്ങളിൽ ജോലികളിൽ നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. അറിയാത്ത നല്ല വഴികൾ അവർക്ക് നീ തുറന്നു കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ബന്ധങ്ങൾ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കി ഇതുപോലെ സ്വർഗത്തിലും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഈ ഭാഗ്യം നൽകണം അല്ലാഹ്. ഇവിടുന്ന് ഒരു കുട്ടി അലിഫ് പഠിച്ച് അല്ലാഹു എന്ന് ഉച്ചരിക്കുമ്പോൾ, ബാൽ പഠിച്ചുകൊണ്ട് ബിസ്മി എന്ന് ചൊല്ലുമ്പോൾ അതിന്റെ ഒരു ശതമാനം ഞങ്ങളെ അക്കൗണ്ടിലേക്ക് എത്തുന്ന രൂപത്തിൽ നീ കബൂലാക്കണം അല്ലാഹ്. മൂന്നാമത്തെ ഒരാൾ ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. രണ്ടാളെ ഇപ്പൊക്കെയോ അവിടെ ഒരാൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുവേ നീ കബൂലാക്കണം അല്ലാഹ്. ആ കൂട്ടുകാരന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണം അല്ലാഹ്. ഐശ്വര്യത്തിന്റെ കവാടങ്ങളെ അവർക്കും ഞങ്ങൾക്കും നീ തുറന്നു തരണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് മദ്രസ വാർത്ത ഉദ്ഘാടനം നടക്കുമ്പോൾ നമുക്ക് 1-ാം ക്ലാസ്സിൽ AC വെക്കണം അല്ലാഹുവേ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. നാലാമത്തെ ഒരു കൂട്ടുകാരനാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ? നാലാമത്തെ ഒരാൾ 10,000 റുപ്യ ഇൻഷാ അല്ലാഹ് തരാൻ പറ്റുന്ന ആൾ കൈപ്പൊക്ക്. നല്ല മനസ്സോടെ അല്ലാഹു കൊടുക്കൂല ഇൻഷാ അല്ലാഹ് നമ്മളെ മദ്രസക്ക് വേണ്ടി അൽഹംദുലില്ലാഹ്. ബാക്കി അല്ലാഹു നമുക്ക് തന്നതൊക്കെ നഷ്ടപ്പെടാൻ ഒക്കെ മക്കൾക്ക് ഊരിക്കാള, ഇതാരും ഊരിക്കാൻ വരില്ല ഇൻഷാ അല്ലാഹ്. നാലാമത്തെ ഒരാളാരാ? 10,000 റുപ്യ. അൽഹംദുലില്ലാഹ്
മിസ്ബാഹി ഉസ്താദ് അല്ലാഹുവിനെ കബൂലാക്കണമല്ലോ. എല്ലാ മാസവും ഞാൻ അവിടുത്തെ ദർസിൽ പോകാറുണ്ട്. അൽഹംദുലില്ലാ, വലിയ ദർസാണ്. ദർസിൽ നീ ബറക്കത്ത് നൽകണമല്ലോ. പുതിയ ഒരു സ്ഥാപനം കൂടി അൽഹംദുലില്ലാ ഏറ്റെടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള മക്കൾ അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണമല്ലോ. നല്ല വീട്, ആ വീട്ടിൽ ഐശ്വര്യം നീ നൽകണമല്ലോ. കടങ്ങളൊക്കെ നീ വീട്ടിൽ കൊടുക്കണമല്ലോ. തഅലീമുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ തൗഫീഖ് നൽകണമല്ലോ. ഒരാൾ കൂടി ബിസ്മില്ലാ. ആരാ? 10,000 റുപ്യ. അൽഹംദുലില്ലാ, 10,000. അൽഹംദുലില്ലാ. ഉസ്താദിന്റെ വക ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ കബൂലാക്കണമല്ലോ. ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ സദസ്സുകളും നീ കബൂലാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഇപ്പോൾ ഞാൻ പെരുന്താറ്റിയിൽ ഒരു മദ്രസ ഉണ്ടാക്കി. അതിന്റെ മുകളിലേക്ക് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ 200 ചാക്ക് സിമന്റുകൾ, അൽഹംദുലില്ലാ അതിനാവശ്യമാകുന്ന 1,00,000-ൽ അപ്പുറമുള്ള കമ്പികൾ, അൽഹംദുലില്ലാ എംസാൻഡുകൾ, മെറ്റലുകൾ അൽഹംദുലില്ലാ ഏറ്റെടുത്തു. അല്ലാഹുവേ, എല്ലാവരിലും നീ ഖൈർ നൽകണമല്ലോ. അടുത്ത വാർഷികത്തിലേക്ക് 10 ആടുകൾ തന്നിട്ടുണ്ട്. ആ മജ്ലിസിൽ അൽഹംദുലില്ലാ ആട് ബിരിയാണി, ആടൊക്കെ കൂട്ടില്ല. അടുത്ത കുറി ഇൻഷാ ഞാൻ പറഞ്ഞ ഒട്ടകം ഇറക്കണം എന്നാ പാസാക്കിക്കണേ. ഒട്ടകം ഇൻഷാ അല്ലാഹ് ബീദിനില്ല നടക്കും. അൽഹംദുലില്ലാ എല്ലാം നടക്കും. ഒന്നും നടക്കാത്തൊന്നും ലോകത്തില്ല. പിന്നെ പ്രളയവും പ്രതിസന്ധിയും ഒക്കെ പറയും. അത് നേരത്തെ കൊടുക്കാത്തവനുള്ള മാറ്ററാ. അത് നേരത്തെ കൊടുക്കില്ല. അപ്പൊ നാളെ ഞാൻ ഒരാൾ ചങ്ങായി പറഞ്ഞു, പ്രളയത്തിന്റെ മുമ്പ് വല്ലതും കൊടുത്തീനി വെച്ചു. ഓനെ പറ്റില്ല ഇവിടെ ചർച്ചുള്ളൂ. അപ്പൊ കൊടുക്കാത്തവനൊരു മാറ്ററും കൂടി ഉണ്ടായിരുന്നുള്ളൂ. വേറൊന്നുമല്ല, കൊടുക്കുന്നവൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന് സന്തോഷം നൽകണം അല്ലോ. അൽഹംദുലില്ലാ. ഒരു അസ്കറുടെ 5000 നേരത്തെ കൈ പൊക്കീന്. അൽഹംദുലില്ലാ 10,000-നാണല്ലോ പൊക്കീന്. അൽഹംദുലില്ലാ. അല്ലാഹുവേ, നീ ബറക്കത്ത് നൽകണമല്ലോ. അല്ലാഹുവേ, ഐശ്വര്യത്തിന്റെ കവാടങ്ങളെ അവർക്കും ഞങ്ങൾക്കും നീ തുറന്നു തരണമല്ലോ. കച്ചവടത്തിലും ജോലിയിലും മക്കളിലും കുടുംബത്തിലൊക്കെ സന്തോഷം നൽകണമല്ലോ. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഒരു ലേസം ഒരു 3 ലോഡ് മെറ്റലുമാണ്. ബിസ്മി ചൊല്ലിയിട്ട് എത്ര ലോഡ് മെറ്റലിനോടെ? 5 റുപ്യ 7 റുപ്യ. എത്ര മാനേജർ? ഒക്കെ അതൊക്കെ അറിയാം. എന്ത് മാനേജർ? അൽഹംദുലില്ലാ. മൂപ്പ ഒരു എത്രയും പറയാം. ഒരു മെറ്റല് ആന്ന് എത്ര? ഒരു 5000 കണക്കൂട്ട് നമുക്ക് ഇപ്പൊ അല്ലെ. ഒരു 5 റുപ്യ. അൽഹംദുലില്ലാ. ആരാ 5 റുപ്യ 1 ലോഡ് മെറ്റൽ തരാൻ പറ്റിയ ഒരു 3 ആള്? 1 2 ആരാ? രണ്ടാമത്തെ ആള് ഒരു 2. അല്ലാഹു നീ ബറക്കത്ത് നൽകണമല്ലോ. ഒരാൾ കൂടി കൈപ്പൊക്കണം. അൽഹംദുലില്ലാ. 3 ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ കബൂലാക്കണമല്ലോ. ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണമല്ലോ. ഐശ്വര്യത്തിന്റെ കവാടങ്ങളെ അവർക്കും ഞങ്ങൾക്കും നീ തുറന്നു തരണമല്ലോ. ഒരാൾ കൂടി പറയുന്നൊരു സംശയം ഇൻഷാ അല്ലാഹ് ഒരു 5000 കൂടി. അൽഹംദുലില്ലാ. ഒരാളും കൂടി 5000 പറഞ്ഞ് അത് പൂർത്തിയാക്കാൻ. അൽഹംദുലില്ലാ. ആരാള്? 5000. ഞാൻ എന്ത് പറയാത്ത? അൽഹംദുലില്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, 4ാമത്തെ കൂട്ടുകാരൻ അദ്ദേഹത്തിനും നീ ഖൈർ ബറക്കത്ത് നൽകണമല്ലോ. ഒരു വിഷമത്തിലും പ്രയാസത്തിലും ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല അല്ലാഹ്. അതായി. ഇനി അൽഹംദുലില്ലാ ഒരു 3 ലോഡ് എംസാൻഡ് വേണം. അതിനെത്ര? 7 റുപ്യ. എത്ര? അതിന് എംസാൻഡ് ആയിക്കോട്ടെ, മറ്റിലിഞ്ഞ് വേണ്ട. എംസാൻഡ് അൽഹംദുലില്ലാ. അതിന് എത്രയായാലും മോളത്തിനോട് തരാൻ പറയും. ഹജ്ജുമേണ എന്തായാലും തരണം. അൽഹംദുലില്ലാ. 3.5 ലക്ഷം റുപ്യ ഹജ്ജിന് പോയ ആളുകൾക്ക് എന്താ ഒരു 5000 റുപ്യ തരാം. അൽഹംദുലില്ലാ. അല്ലാഹുവേ, നീ ബറക്കത്ത് നൽകണമല്ലോ. ചെയ്ത ഹജ്ജ് നീ കബൂലാക്കണമല്ലോ. ഹസനാത്തിന്റെ തുലാസിൽ നീ എഴുതപ്പെടണം റഹ്മാനേ. സയ്യാത്തിന്റെ തുലാസിൽ നീ മായ്ച്ചു കളയണമല്ലോ. മക്കളിലും പേരമക്കളിലും കുടുംബത്തിലും നീ റാഹത്ത് നൽകണമല്ലോ. 2ാമത്തെ ലോഡ് ഇൻഷാ അല്ലാഹ്
ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്, നാളെ സ്വർഗ്ഗത്തിൽ സംഗമിക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ആരാ രണ്ടാമത്തെ ലോഡ്? അൽഹംദുലില്ലാ രണ്ട്. ഒരാൾ കൂടി പറയും, ആ ചെറുക്ക എഴുതുണ്ട് പോകെ മേപ്പിട്ടോ ഇപ്പൊ പഴയ എഴുത്തരണ ഈ പുതിയ വള്ളം വന്നോളി സ്വായി. അൽഹംദുലില്ലാ. ഇനി ആരാ അൽഹംദുലില്ലാ ഒരു ലോഡും കൂടി പറയും. ബിസ്മില്ലാ രണ്ട് ലോഡായി. ഇപ്പൊ എത്ര ലോഡായ മണല്? എന്റെ തലക്കപ്പ കുടിഞ്ഞു പോണ്ടകള് പോ കണക്ക് കൂട്ടുക. എത്രയായി? എംസാൻ എത്രയായിരുന്നു? ഒന്നൊന്നല്ല രണ്ടായി. ഒന്ന് മാളത്തി ഒന്ന് അവിടെയായി. ഇതന്നെ ഞാൻ പറഞ്ഞ ഓനെ പറ്റൂലായിരുന്നു. ഓനും ഒന്ന് എഴുതിയല്ലോ, ഓനൂരിലൂടെ എംസാനില്ല, അപ്പൊ മൂന്നെണ്ണായി. അതും ഓൻ മറന്നു. എന്തൊരു കഥറ. മെറ്റൽ എഴുതിയ അല്ലല്ല, മെറ്റലൊക്കെ നേരത്തായതാ. ഇജ് എന്ത് എഴുതിയ? മെറ്റൽ എംസാൻ എന്റെ വക. എന്നാ വേദിക്കോ. അൽഹംദുലില്ലാ. ഇനി ശരിക്കും നോക്കോ, ഞാൻ ഇടയ്ക്ക് ചോദിച്ചു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. മദ്രസ എ ആക്കാൻ പോവാണ് ഇവിടെ. അൽഹംദുലില്ലാ. അങ്ങനെ ഞാൻ കൈ തൊട്ട ഒരു മദ്രസ സീറ്റുമ നിൽക്കാൻ പാടില്ല. ഇത് പൊളിച്ച് വലിച്ചെറിയണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അതിന്റെ കുട്ടികളുടെ മുമ്പിലുണ്ട്. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ്. ഇനി അൽഹംദുലില്ലാ നമുക്ക് അപ്പൊ മണൽ ഒരു ലോഡ് എംസാന്റെ കൂടി വേണം. ബിസ്മില്ലാ. ഒരു ലോഡും കൂടിയാണ് ആയ ആണ് പൂർത്തിയാവും. ബിസ്മില്ലാ. അതാരാ പറയാൻ പറ്റുന്ന ആള്? അൽഹംദുലില്ലാ. വേഗം പറഞ്ഞോളി. മക്കൾക്ക് മാത്രം ഊരിയേക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തുക്കണ്ട. അൽഹംദുലില്ലാ. ഒരു ലോഡ് എംസാന്റെ കൊണ്ട് പറഞ്ഞോളി. ഞാൻ ആരാ പറയാൻ പറ്റുന്ന ആൾ? ഒരാളും കൂടി. അൽഹംദുലില്ലാ. സഹോദരിമാര് അങ്ങനെ വാർക്കാനുള്ള സിമെന്റ് ആണ് ഒരു തരല്. ഇൻഷാ അല്ലാഹ് അത് തരും. അൽഹംദുലില്ലാ. ഇനി ആരാ? ഞമ്മക്ക് ആ ഷീറ്റ് എടുത്തിട്ട് മോൾക്കിടണം. അൽഹംദുലില്ലാ. ഒരു ലോഡ്. ഏതാണ് കുട്ടിന്റെ പേരെന്താ? അതിന്റെ പേരെന്താ? കമ്മുകുട്ടിയോ? കമറ. കമ്മുകുട്ടിയാണെങ്കിൽ എഴുതി അങ്ങനെയൊക്കെ വേക്കും. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയല്ല, കമറാണ്. അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാല് അതായി. അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ്. ആ കൂട്ടുകാരന് നീ ഖൈറ് ബറക്കത്ത് നീ നൽകണം അല്ലാഹ്. ഇനി സിമന്റ് വേണം. അത്രേ ഉള്ളൂ. സംഗതി പണി തീരാൻ പോവാണ്. അൽഹംദുലില്ലാ. പിന്നെ കുറച്ച് പണിക്കൂലി വേണം. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഒരു 75 ചാക്ക്, ഒരു 100 ചാക്ക് സിമന്റ് ഇൻഷാ അല്ലാഹ്. ഒരു 10 ചാക്ക് സിമന്റ്. എത്ര 10 ചാക്ക് സിമന്റ്? 4 ചെറിയ പൈസയുള്ളൂ. അൽഹംദുലില്ലാ. ആരാ 10 ചാക്ക്? 400 വെച്ച് കൂട്ടിക്കഴിഞ്ഞ് 385 കണക്കൂട്ടണം. 400 തന്നെ. അൽഹംദുലില്ലാ. എത്ര കുറച്ചാലും ഞങ്ങൾ എടുക്കും. അത് ആ കൂലി വേണം. അൽഹംദുലില്ലാ. ആരാ 10 ചാക്ക് സിമന്റ് അൽഹംദുലില്ലാ തരാൻ പറ്റുന്ന ആള്? ബിസ്മിൻ ചൊല്ലി പൊക്കി. 10 ചാക്ക് സിമന്റ് 4 ഉറുപ്യ. അടുത്ത മാസം 2000, റമദാൻ 2000 ഇങ്ങനെ കൊടുക്കണ്ടേ. ശവ്വാലാണ് അൽഹംദുലില്ലാ നമ്മളെ പണി നടക്കുന്നത്. അൽഹംദുലില്ലാ. അപ്പൊ ഇതിനും ആരാ 10 ചാക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ആള്? ആ കുട്ടീന്റെ വരവ് വേണ്ട. ഒരു 50 ചാക്കിന്റെ വരവ്. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ചൂടുണ്ടോ അല്ലേ? ഇന്നാള് പെരും ചൂടുള്ളത് തന്നെ. ദുനിയാവെന്ന് പിന്നെ വെള്ളം ചോദിച്ചോ? ഈ മൂല്യന്മാര് പല വിധത്തിലും കാട്ടും. ആരാ 10 ചാക്ക്? ബാപ്പുട്ടിയോടെ? സിദ്ദീഖോ ബാപ്പുട്ടിയോ? അല്ല, ഇപ്പൊ ബാപ്പുട്ടി സിദ്ദീഖും 10 ചാത്തി. ഇങ്ങനെ തന്നെയാണോ ഈ പറഞ്ഞോക്കെ? ഇത് 10 ചാക്ക്. അൽഹംദുലില്ലാ. അങ്ങനെ എല്ലാം ബാപ്പുട്ടിയൊക്കെ ഒരാൾ തന്നെ. അൽഹംദുലില്ലാ. 10 ചാക്ക് നൽകി. അൽഹംദുലില്ലാ. സിമന്റ് ഉദ്ഘാടനം ചെയ്ത കൂട്ടുകാരൻ നീ ഖൈർ നൽകണം അല്ലാഹ്. ദീനിനോടുള്ള മഹബ്ബത്ത് മദ്രസയുടെ വിഷയം പറഞ്ഞപ്പോൾ എന്റെ കൂട്ടുകാർ നൽകുന്ന സംഭാവനയാണ്. ഈ സദസ്സിൽ നിന്ന് 1 രൂപയും വാങ്ങേണ്ടതില്ല എന്നാണ് അലിസ്താദിനോട് പറഞ്ഞത്. മദ്രസ വാർക്കണ കാര്യം മൂപ്പര് പോലും ഓർത്തിട്ടില്ല. എന്റെ വണ്ടി ഇവിടെ എത്തിയപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആളുകളൊക്കെ കാശ് തന്നിട്ടുണ്ട്. തങ്ങളാപ്പ നന്നാക്കി ദുആ ചെയ്താൽ മതി എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോ, ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് സങ്കടം വന്നപ്പോൾ ഇതൊന്ന് വാർക്കണമെന്ന് ഞാൻ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് തീരുമാനിച്ചതാണ്. അത് ഇൻഷാ അല്ലാഹ് ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഇവിടെ നടന്നേ പറ്റൂ. അല്ലാഹുവേ, ഏറ്റെടുക്കുന്നവരിലൊക്കെ നീ ഖൈർ നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാ. 10 ചാക്ക്. ഇനി ആരാ അൽഹംദുലില്ലാ 10 ചാക്ക് പറയാൻ? 10 ചാക്ക് സിമന്റ്. അൽഹംദുലില്ലാ. രണ്ടാമത്തെ ഒരാള്
10 ചാക്ക് രണ്ടാമത്തെ കൂട്ടുകാരൻ ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുവേ നീ ഖബൂലാക്കണം അല്ലാഹുവേ കൂട്ടുകാരന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണം അല്ലാഹ്. 2 മൂന്നാമത്തെ ആള് 10 ചാക്ക് സിമന്റ്. 3 അൽഹംദുലില്ലാ ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുവേ നീ ഖബൂലാക്കണം റഹ്മാനേ. ആ കൂട്ടുകാരന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണം അല്ലാഹ്. 4ാമത്തെ ആള് ബിസ്മില്ലാ 10 ചാക്ക് സിമന്റ്. അൽഹംദുലില്ലാ. ആ സഹോദരിമാരത്തേക്ക് ഒരു പെന്നും കടലാസും കൊടുത്ത് വിട്ടാൽ പോലെ എഴുതിക്കോളും. ഓലെ കൊണ്ട് കൈയ്യണ ചാക്ക് സിമന്റ് 5 കഴിയണോ 5 3 കഴിയണം. അവിടെ ആളുണ്ടാ ആര് ഒരാൾ കൂടി വരുന്നാണല്ലോ ഓർഗണാളാ. അതൊക്കെ അനുഭവം ഉണ്ടായിക്കൊണ്ട് ജീവിക്കണം. നാളെ സ്ഥലത്ത് നിന്ന് അങ്ങനെ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് സിമെന്റ് എഴുതാൻ വേണ്ടി പറഞ്ഞ 2 കുട്ടികൾ ഈ മഴ തീരല്ലാത്തോടത്ത് സിറ്റോട്ട് കൂടി അവിടെയൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ പരിപാടി ഫസ്റ്റ് നടത്തുക. അങ്ങനെ ഈ 2 കുട്ടികളെ കാത്തുന്നു. ഇവര് വന്നാൽ സിമെന്റ് ഫുള്ളാവും കരുതിക്കാണ്. പക്ഷെ പെണ്ണുങ്ങളെ ഭാഗത്ത് കുറച്ചേരം ഇരുന്നപ്പോ ഒറ്റ പെണ്ണുങ്ങളെ എഴുതാത്തോണ്ട് ഈ കുട്ടി ആ സീറ്റോട് കിടന്നുറങ്ങി. ഇപ്പം ദുനിയാവെന്ന് വരുമോ സിമെന്റ് ഏറ്റും. അതുകൊണ്ട് അങ്ങനെ ഉറങ്ങണോലെ ഇവിടെ അല്ലേ സാറിലെ പോണേ. അൽഹംദുലില്ലാ. ഇപ്പൊ പോണ ആദ്യത്തെ ഉറങ്ങിക്കണമെന്ന് എനിക്ക് തോന്നണേ. അൽഹംദുലില്ലാ. സഹോദരിമാരെല്ലാരും എഴുതണം. ഇതില് ഒരു കുട്ടി ഇതിൽ എഴുതാതെ പോകരുത്. ഇങ്ങനെ ഉണ്ടാവും. അൽഹംദുലില്ലാ. ഓല് പിന്നെ ചെറുതേ അവരെ കൊണ്ട് കഴിയുള്ളൂ. അതൊക്കെ നമ്മളിത് തിരുമ്പാൻ കൊണ്ടുപോകുമ്പോൾ കിട്ടണ 100 ഉറുപ്പിക എടുത്തിട്ട് വേണ്ടേ അവർക്ക് ഒരു 500 എഴുതാൻ. അപ്പൊ അതിനുള്ള എഴുത്ത് പോലെ എഴുതുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ കൈ കാണാൻ എഴുതിയാൽ മതി. അൽഹംദുലില്ലാ. ഇനി ആരാ അൽഹംദുലില്ലാ 30 ആയി. 4ാമത്തെ ഒരാളാരാ 10 ചാക്ക് സിമെന്റ്. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. നല്ല ബർക്ക നല്ല മനസ്സോടെ അൽഹംദുലില്ലാ. ഓൺലൈൻ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ ഈ പാവപ്പെട്ട ഏരിയയിൽ ഒരു മദ്രസ 6 കൊല്ലായില്ലേ ഷീറ്റ് നിൽക്കുന്നത്. എത്ര കൊല്ലായി? 6 അതിന്റെ അപ്പുറം 6 കഴിഞ്ഞ് അങ്ങനെ ഓളം എന്ന് പറയുമ്പോ കുറെ അയക്കണത്. പിന്നെന്താ പറയുക വേറെ ഞാൻ പിന്നെ അതിന്റെ ദിവസം ഇവിടെ വന്നിട്ടുമില്ല. അങ്ങനെയുണ്ട്. ഇത് തുടങ്ങിപ്പോയതാ. അങ്ങനെയാണ്. ഇടക്ക് ഇന്ന മദ്രസ എന്ന് കാണുമ്പോൾ മദ്രസക്കും ഇഷ്ടമാണ്. അത് കാണാത്തോണ്ടുള്ള പ്രശ്നമാണ്. അൽഹംദുലില്ലാ. 6 വർഷത്തോളമായി ഇല്ലെങ്കിൽ അതിലപ്പുറമായി നമ്മുടെ കുട്ടികൾ വളരെ ചൂടത്ത് കഷ്ടപ്പെട്ട് ഷീറ്റിന്റെ അടിയിൽ ഖുർആൻ പഠിക്കുകയാണ്. ഓൺലൈനിലുള്ള ഏതെങ്കിലും പ്രവർത്തകന്മാര് 10ഓ 5ഓ ചാക്ക് സിമന്റുകൾ ചെറിയ കാശ് 2000ഓ 4000ഓ തന്ന് ഈ ഏരിയയെ സഹായിക്കാൻ പറ്റുന്നവർ എന്റെ ഓൺലൈനിലുണ്ടെങ്കിൽ അല്ലാഹുവേ അവരുടെ കച്ചവടങ്ങളിലും ജോലികളിലും വലിയ ബറക്കത്ത് നൽകണം അല്ലാഹ്. അവരുടെ സ്പോൺസർമാരിൽ നീ റാഹത്ത് നൽകണം അല്ലാഹ്. ആരാ 4ാമത്തെ ഒരാള് 10 ചാക്ക് സിമന്റ് പറയാൻ പറ്റുന്ന ആള് വേഗം പറയണം ഉണ്ടെങ്കിൽ. 10 ചാക്ക് 5 ചാക്ക് പറയാൻ പറ്റുന്ന 2 ആൾ പറയട്ടെ. അൽഹംദുലില്ലാ. 4ാമത്തെ 10ക്ക് 5 ചാക്ക്. അൽഹംദുലില്ലാ. ഒരാൾ കൂടി 5. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അവിടുന്ന് 5 ചാക്ക് 2 ആളുകൾ. അൽഹംദുലില്ലാ. വേറെ അൽഹംദുലില്ലാ. അപ്പം എത്രയായി? 30 40 50. ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുവേ 5 ചാക്ക് ഏറ്റെടുത്ത 6 കൂട്ടുകാരിലും നീ ഖൈർ നൽകണം അല്ലാഹ്. അല്ലാഹുവേ 60 ചാക്ക് പൂർത്തിയായിട്ടുണ്ട്. കമറേ എത്രയായിപ്പോ? അല്ലാഹ് മറാക്കാന മക്കളല്ലാ അൽഹംദുലില്ലാ 10 ചാക്ക്. അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണം അല്ലാഹ്. ഐശ്വര്യത്തിന്റെ കവാടങ്ങളെ നീ തുറക്കണം റഹ്മാനേ. ആ കുടുംബത്തിലും ഞങ്ങളുടെ കുടുംബത്തിനും വലിയ ബറക്കത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ എപ്പോഴും എന്നെ കാണുമ്പോൾ പല വിഷയങ്ങൾക്കും ദുആ ചെയ്യാൻ പറയാറുണ്ട്. അല്ലാഹുവേ നീ കബൂലാക്കണം അല്ലാഹ്.
എല്ലാ വിഷമങ്ങളിൽ നിന്നും നീ സലാമത്ത് നൽകണം അല്ലാ. ഐശ്വര്യത്തിന്റെ കവാടങ്ങളെ നീ തുറന്നു കൊടുക്കണം അല്ലാ. അറിയാത്ത വഴികൾ അവർക്കും ഞങ്ങൾക്കും നീ തുറന്നു തരണം അല്ലാ. എത്രയും പറ 80 60 6 5 പറഞ്ഞു. ഇവിടെ ഇവിടെ 2 ആളുണ്ട്. എഴുതിയോ? ശരിക്കും നോക്കേ 65 അതൊക്കെ കൂട്ടി തീരുമാനാക്കിയിട്ട് ഞാൻ പോകണം. 10 പെണ്ണുങ്ങള് റെഡി, 10 മറാക്ക 20 മക്കള്. ഇപ്പൊ എതിരായി അപ്പൊ 90 ഒന്നിരിക്ക എന്ന് ചെയ്താൽ കുത്തിരിക്കില്ലെങ്കിൽ അവസാനത്തെ രണ്ടാലൊന്നും തീരുമാനമൊക്കെ. ഇങ്ങനത്തെ മൂല്യന്മാരങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് തന്നെ പോവുള്ളൂ. ഇനി നാളെ മുതൽ അലിസ്ഥാനം വിളിയും വരും. എന്നാ തുടങ്ങുന്നത് എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എനിക്ക് വേറെ അങ്ങനെ ഓടി മാനേജർ ആകാനോ ഒരു പച്ചക്കറിന്റെ ബില്ല് വരാനോ മത്തിന്റെ പൈസ ഓടിയില്ല. അതുകൊണ്ട് എനിക്ക് തന്നെയുള്ള വിളി. അല്ല എന്തായി ഇപ്പൊ തുടങ്ങിയോ? അപ്പൊ ചിലവര് പറയും പണിക്കാരില്ല, അതാ എന്നോട് അളവളത്തിനാ. ഞാൻ പറയും ഏത് പണിക്കാരെ വേണ്ടി? ഇന്റെ അടുത്ത് 150 തേപ്പേരുണ്ട്. പടുവാൻ അൽഹംദുലില്ലാഹ് ഇപ്പൊ പാലക്കുളത്ത് മാഷാ അല്ലാഹ് 2 ദിവസം കൊണ്ട് 1700 കല്ലാണ് പെടുത്തത്. നമ്മളൊരു വിങ്ങുണ്ട് അൽഹംദുലില്ലാഹ്. പാലക്കുളത്ത് 35 കൊല്ലത്തോളായിട്ട് ഒരു മൗലൂദ് നടക്കാത്ത സ്ഥലത്ത് അൽഹംദുലില്ലാഹ് 31 ലക്ഷം രൂപയുടെ സ്ഥലം 9 സെന്റ് വാങ്ങുകയും 20 ലക്ഷം രൂപയുടെ സ്ഥാപനം ഇൻഷാ അല്ലാഹ് തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് 18 പില്ലറിൽ അൽഹംദുലില്ലാഹ് വാർത്തു. അൽഹംദുലില്ലാഹ് കട്ടിലും ജനാലും വെച്ച് പകുതിയോളം പടുത്തു കഴിഞ്ഞ് 2 ദിവസത്തെ പണിയോടുകൂടെ പൂർത്തിയാകും ഇൻഷാ അല്ലാഹ്. അടുത്ത ശവ്വാലിൽ മദ്രസ അവിടുന്ന് തുടങ്ങും. അവിടെ മദ്രസ ഷെഡിൽ തുടങ്ങിയപ്പം 87 കുട്ടികളുണ്ട്. ഈ 87 കുട്ടികളെ മുടക്കി ഇപ്പൊ 16 അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ആ മുടക്കിയ ആളുകൾക്ക് ഞാൻ പൂമാലട്ട് കൊടുക്കും. ഓല് മുടക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ സ്ഥലം എടുക്കുകയില്ല, ആ ഷെഡ് തന്നെ നിൽക്കും. അതുകൊണ്ട് മുടക്കിയവർക്ക് ഞാൻ അവർക്ക് അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർ മുടക്കിയില്ലെങ്കിൽ ഇപ്പൊ തുടങ്ങൂല. കാരണം അവർ പറഞ്ഞു അവർക്ക് ബിൽഡിംഗ് ഇല്ല, സ്ഥലമില്ല. അതുകൊണ്ട് അവിടേക്ക് കുട്ടികളെ പറഞ്ഞാൽ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കൂല. അവിടെ എന്തില്ല, 4 പെണ്ണുങ്ങളാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. ഒന്ന് സുന്നിന്റേത്, ഒന്ന് മുജാഹിദിന്റെ, ഒന്ന് ജമാഅത്തിന്റെ. എല്ലാ ബുക്കും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. മദ്രസന്റെ പേര് ഏതാ? സുന്നി മദ്രസയാണ്. ശുദ്ധിയുള്ള ആളുകൾക്ക് ഖുർആൻ തൊടാൻ പാടുള്ളൂ എന്ന് ആ പെണ്ണുങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഓതുനീനെ കുഴപ്പമുള്ളൂ, അല്ല തൊടുനീനെ കുഴപ്പമുള്ളൂ, ഓതുനീന് കുഴപ്പമില്ല. മെൻസസ് ഉണ്ടാകുമ്പോ ഓതുനീന് കുഴപ്പമില്ല, തൊടുനീനെ കുഴപ്പമുള്ളൂ. മസ്സാന്ന് പറഞ്ഞാൽ തൊടുക എന്നാണ് അർത്ഥം. ഈ കോലത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു. പള്ളിയിലുള്ള മോലിയർ ഒരാൾ മരിച്ചാൽ ചോദിക്കുമത്രേ തെൽക്കീന് ഓതണോ ഓതണ്ടേ? ഇത് ആസാമിലെ കഥയല്ല പറയണേ, ബംഗാളത്തെ കഥയല്ല പറയണേ, മഞ്ചേരിത്തെ കഥയാണ്. നിങ്ങൾ ആലോചിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ് കർണാടക ഉബ്ബിളി, എന്തിനാ ഉബ്ബിളിത്തെ വേദം പറയണേ? ഇവിടുത്തെ വേദന തന്നെ പറയണ്ട്. തെൽക്കീൻ ഓതണോ ഓതണ്ടേ ചോദിക്കാണ്. ഓതണ്ടെങ്കിൽ ഓതണ്ട. യാസീൻ ഓതണ്ടേ? അവിടെയാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മനോഹരമായ അൽഹംദുലില്ലാഹ് ഒരു കെട്ടിടം വരുന്നു. ഇൻഷാ അല്ലാഹ് സ്ഥലത്തിന്റെ കടം 20 ലക്ഷം ഉറുപ്പിയുണ്ട്. മദ്രസ ഇൻഷാ അല്ലാഹ് അങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ആ ചെറിയ 5 ആക്ക് ചെറിയ ഈ 5 കുടുംബങ്ങളോട് നിനക്ക് കണ്ടിട്ട് അപ്പൊ റെഡിയാ അമർ ജന്ന ചെയ്യണമെങ്കിൽ. അൽഹംദുലില്ലാഹ് നേരത്തെ ഒരു പെണ്ണ് പറഞ്ഞ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ? അൽഹംദുലില്ലാഹ് വേറൊരു 5 ആക്കൊരു സഹോദരി രോഗം ശിഫയാകാൻ വേണ്ടി ഭർത്താവ്. അത് അൽഹംദുലില്ലാഹ് അല്ലാഹുവേ എന്ത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണമല്ലോ. സ്വലാത്തുൻ നാരിയ ചൊല്ലിയിട്ട് 33 പ്രാവശ്യം ചൊല്ലിയിട്ട് കൈമൺ തടകട്ടെ. അല്ലാഹു ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് പൂർണ്ണ ശിഫ അല്ലാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഇതേ മതി. അങ്ങനെ സലാഹുദ്ദീൻ റഹ്മാൻ എത്ര ഇതൊക്കെ അൽഹംദുലില്ലാഹ് എത്രയാക്കാം? അവന് 3 ആക്കില്ല, 3 ആക്ക് ആക്കണത് റഹ്മാനെ. അൽഹംദുലില്ലാഹ് 3 ആക്ക് റഹ്മാനിസ്ഥാന്റെ വക 1000 രൂപ വരെ പാടും, ബാക്കി പിന്നെ തരും. അൽഹംദുലില്ലാഹ് ഇപ്പൊ തന്നെ എന്നാ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് ഇനി ആരാ? അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെറിയ ശമ്പളമുള്ള ആളുകളാണ്, അവർക്കൊക്കെ ഖൈർ നൽകണമല്ലോ. അപ്പൊ 3
ബിസ്മില്ലാ. ഇപ്പൊ എത്രയായി? 85. 85 5 90. റെഡിയല്ലേ? അൽഹംദുലില്ലാ. ഇനി ആരൊരു 10 ചാക്കും കൂടി വേണം. അൽഹംദുലില്ലാ. നിങ്ങളെ വക 5 ചാക്ക്. അൽഹംദുലില്ലാ. ഇവിടെ ഒരു 5. അൽഹംദുലില്ലാ. അത് പൂർത്തിയായി. 100 ചാക്ക് എഴുതിയോ? ഖമറുദ്ദീൻ. യാ അല്ലാഹ്. അൽഹംദുലില്ലാ. 100 ചാക്കായി. ഇനി എന്തേലും വേണോ? റെഡി. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇനി രണ്ടാമത്തെ നില മറക്കണോ? വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പരിപാടി നിർത്താം. അൽഹംദുലില്ലാ. ഇനി 1000 ഉറുപ്പ്യ ഒന്നും പറയാൻ കഴിയാത്ത ആളുകൾ 1000 ഉറുപ്പ്യ പണിക്കൂലിക്ക് ഇങ്ങനെ പറയണം. 1000. അല്ലാഹു ബർക്കത്തിടെ. അൽഹംദുലില്ലാ. രണ്ടാമത്തെ 1000 അവിടെ ആ ഉള്ളോല് 3 4 5 അൽഹംദുലില്ലാ എല്ലാവരും തരണം. 1000 ഉറുപ്പ്യ. അൽഹംദുലില്ലാ. മൂലം ചെല്ല്. ഈ സായദിന്റെ പേരിന്നൊന്നും കിട്ടിയില്ലല്ലോ ഇവിടെ. സായദി ഇവിടെ ഒന്നുമില്ല. പെണ്ണുങ്ങളുണ്ടല്ലോ ഇവിടെ. ഇതാ വെള്ളം മുഴുവൻ കുടിച്ചൊരു മൈക്കന്റെ കുഴപ്പമാണ്. അല്ലാഹ് കുട്ടിന്റെ പേരില്ല മകൻ. അപ്പൊ എത്ര? 1000 ഉറുപ്പ്യ. ഇപ്പൊ എത്ര എഴുതി? അന്ന് കൈപ്പൊക്കിയാണ്. ഒന്ന് എഴുതി കൊണ്ട. ഇതാ 1 2 3 4 5 6 7 ആള് 1000 എഴുതി. അതിൽ ഒരാൾ 1000 ഉറുപ്പ്യ തന്നു. 7. എട്ടാമത്തെ ആള് ആരാ? 1000 ഉറുപ്പ്യ. 8. അൽഹംദുലില്ലാ. 1000. ഉമ്മറാജി കളത്തിങ്ങളെ ബമേദിക്കോളെ. 9. ബിസ്മില്ലാ. 9ാമത്തെ ഒരു 1000 ഉറുപ്പ്യെങ്കിലും തരാതെ ഇവിടുന്ന് പോകാൻ പാടില്ല. 9. നിങ്ങളിങ്ങനെ കുത്തിരക്കണ താലൊക്കെ കുത്തിട്ട് 2000 എഴുതി കണികളെ. സ്വന്തം ആളാ. അൽഹംദുലില്ലാ. 2000 എഴുതി അവിടെ. അങ്ങനെ അൽഹംദുലില്ലാ. ഞാൻ ഇപ്പൊ നിങ്ങളെ കണ്ടില്ല ഇതുവരെ. ഞങ്ങൾ ആ മൂലയുടെ മറവിൽ ഇങ്ങനെ കുത്താം. മൂല വളഞ്ഞു തുറക്കുന്ന നേരെ കുത്തറാണ്. അൽഹംദുലില്ലാ. നിങ്ങളെ വളവില് ചില ആളുകൾ തിരിവ് കഴിച്ചിലാവും. ആരെ? അമറാക്കാനോ? അപ്പൊ 1000 ആയില്ലേ? അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്തിടെ. അൽഹംദുലില്ലാ. ഇനി ആരാ? അൽഹംദുലില്ലാ. ഇവിടെ 2 പെണ്ണുങ്ങൾ 1000. 3000. ഇവിടെ 1000 ഉറുപ്പ്യ. അൽഹംദുലില്ലാ. ഇവിടെ 1000 ഭാര്യന്റെ പേരില്. 1000. 2 ആൾ 1000. ആകെ ഒരു കടലാസ് കൊണ്ട് ഒരു പെണ്ണുണ്ട്. 35 ആളുണ്ട് ഈ കോലത്തിൽ. ഏസിയ വേണ്ടി അവിടെ 30,000 ഉറുപ്പ്യ വേണം. അതിന് 30 ആളെ 1000 ഉറുപ്പ്യ എടുത്താൽ ഏസിയായി. ഒരു പ്രശ്നം. അപ്പൊ 2 കിലോ ഇറച്ചി വാങ്ങണ എത്രണ്ണോ? അൽഹംദുലില്ലാ. അങ്ങനത്തെ ഏസിനല്ല ഒരാളായിട്ട് തരുമെന്ന് വേണ്ടപ്പോൾ അത് ഇൻഷാ അല്ലാഹ് കയ്യട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ബുദ്ധിമുട്ട് സഹിച്ചതിന് എന്റെ കുട്ടികളെ ഞാൻ ഏസിയിലാണ് കുത്തിരിക്കും. ഈ ഏസി എന്ന് പറയുമ്പോൾ നിങ്ങൾ കറണ്ട് ബില്ല് ആലോചിച്ചും ചെയ്യരുത്. അങ്ങനെ ഒന്നുണ്ട്. കാരണം എന്താ വെച്ചാല് നമ്മളെ വീട്ടിലിപ്പോ ഒരു ഫാൻ ഉണ്ട്. ഇനി KCBന്റെ വേള അടുത്ത് അതിന് കേട്ടോളൂ. ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ഒരു ഫാൻ ഒരു 1200 ഉറുപ്പ്യന്റെ ഫാന്. അത് പെണ്ണുങ്ങളെ പെരീന്ന് കൊടുത്താണ്. ഏറ്റവും വില കമ്മിയായതാണ് ഒരു കൊണ്ടല്ലേ. എന്റെ പെണ്ണുങ്ങൾ ഏതായാലും കേൾക്കൂല. അങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വില കുറഞ്ഞ സാധനമാണ് നമ്മൾ കുടിരിക്കലിന് കൊടുക്കല്. അങ്ങനെയാണല്ലോ നമ്മൾ പോയി ചോദിക്കലെന്ന്. എങ്ങനെയാ? എടാ നമുക്കൊരു സാധനം എന്തേ വേണ്ടിയേ? അമ്മായിന്റെ പേര് കുട്ടിന്റെ ഒരു കുടിരിക്കലുണ്ട്, ഒരു ഫാൻ കാട്ടിക്കാരൻ. ചോദിച്ചാൽ തന്നെ ഒരു വയലിച്ചേ. അപ്പൊ ബാക്കിക്കാണ് പോകും. അതിന് ബാക്കിൽ നിന്ന് കൊണ്ടിരുന്നത് ഒരു 1200 ഉറുപ്പ്യ. ഇപ്പൊ പണ്ടത്തെ കാലത്ത് 800. ഇത് കൊണ്ടെന്ന് നമ്മൾ ഫിറ്റ് ചെയ്താൽ നല്ല സ്പീഡിൽ മൂപ്പര് കറങ്ങും. പക്ഷെ അള്ളാന്റെ തൗഫീഖ് കൂടെ കാറ്റ് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഒരു 2500 3000 ഉറുപ്പ്യന്റെ ഫാൻ കൊടുത്തെങ്കിലേ ശരിക്ക് പറ്റുള്ളൂ. അപ്പൊ വില കുറഞ്ഞ ഫാനുകളാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു ചെമ്പ് കമ്പി ഉണ്ട്. ആ കമ്പി വളരെ കമ്മിയാകുമ്പോ കറണ്ട് കൂടുതൽ തിന്നും. അതുകൊണ്ട് മഗ്രിബിന് ശേഷം ഫാൻ വീട്ടിലിട്ടാൽ സുബഹി വരെ കറങ്ങിയാൽ ഒരു 8-9 മണിക്കൂർ അത് കറങ്ങാണ്. 8-9 മണിക്കൂർ ഇങ്ങനെ കറങ്ങുമ്പോ എത്ര കറണ്ടാ ചെലവാക്കണത്. എന്നാൽ ആ സ്ഥാനത്ത് ഒരു AC വെച്ചാൽ ആ AC 2 മണിക്കൂർ കറങ്ങിയാൽ ബാക്കി 5 മണിക്കൂറുള്ള തണുപ്പ് മൂപ്പര് അവിടെ തന്നെ ഉണ്ടാവും. അപ്പം AC വെക്കല ലാഭം. അപ്പൊ എല്ലാവരും നാളെ ഒരു AC വാങ്ങണമൊക്കെ ഒരു പീടിനാകാം. നമുക്കൊന്ന് ഫ്രീ കിട്ടും. കാരണം 10 കിട്ടിയപ്പോ എല്ലാം ഒന്ന് ഫ്രീയാ. ഞാൻ പറയണില്ല ബാക്കി. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ എല്ലാരും AC വെക്ക പറയില്ല. ഇല്ലെങ്കിൽ ഇപ്പൊ കൊടുക്ക ഉണ്ടാക്കണം. ബ്ലാങ്കറ്റ് എല്ലാവരുടെ വരിയിലും ഉണ്ട്.
റാക്കിന്റെ മുകളിൽ. ഇതെന്നാ പുതക്ക ഈ ചൂടത്ത് ഒരു AC വെച്ചോക്കാണ് ഉഷാറായിട്ട് പുതക്കാം. അങ്ങനെ അളിയാക്ക വിരുന്നപ്പം കൊടുന്നതും അല്ലേ, പിന്നെ അങ്ങനെ അമ്മവും കൊടുന്നതൊക്കെ ആയിട്ട് കുറെ എണ്ണം ഉണ്ട്. ഇത് എപ്പോഴാ പുതക്കല്? അങ്ങനെ പുതക്കാനൊരു അവസരമില്ല. അത് ഉണ്ടാണെങ്കിലുമാണ് AC. ജീവിച്ച് മരിച്ചാൽ മതി, ജീവിക്കാതെ ആരും മരിക്കണ്ട. സന്തോഷത്തോടെ എല്ലാവരും റാഹത്തോടെ എല്ലാവരും അങ്ങനെ ഒരു AC ഒക്കെ വാങ്ങാം. നല്ല കല്ല് പണിക്ക് പോകുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ട് വാങ്ങണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ 2 മാസത്തിൽ ഒരു ദിവസം കറണ്ട് ബില്ല് വരുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മദ്രസയിൽ അതുകൊണ്ട് 2 മണിക്കൂർ മദ്രസ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നേരം AC ഇട്ടാൽ തന്നെ ഓഫായി. അത് നിങ്ങൾ ഓഫാക്കാനൊന്നും പോകണ്ട. ഒരു സിസ്റ്റം ഉണ്ട്, ടൈമർ. അതിങ്ങനെ ഓൺ ചെയ്ത് വെച്ചാൽ, സെറ്റിംഗ് ചെയ്ത് വെച്ചാൽ 1 മണിക്കൂറാകുമ്പോൾ ഓഫാവും. അതുകൊണ്ട് പ്രയാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയണ നിങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. നിങ്ങളെ പെരീത്തെ കറണ്ട് ബില്ല് കൂടി കുറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് കുറച്ച് ക്ലിയർ ആവുമ്പോഴേ ഇവിടേക്ക് AC വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആദ്യം നിങ്ങളെ പെരിയിൽ ഒന്ന് പരീക്ഷണം നടത്തി. അൽഹംദുലില്ലാഹ് എൻ്റെ വയത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു പേരിൽ AC വന്നാൽ അൽഹംദുലില്ലാഹ് അത് റാഹത്തായല്ലോ, ഓലെങ്കിലും സന്തോഷത്തിൽ കിടക്കുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ മദ്രസയിൽ ഇൻഷാ അല്ലാഹ് വെക്കണം. അത് ഉഷാറാകണം. 1ാം ക്ലാസ് സ്മാർട്ട് ആക്കണം. അങ്ങനെയാണ്. നാളെ 1ാം ക്ലാസ്സിൽ ഒരു സ്ഥലത്ത് AC വെച്ചു. ആ കുട്ടി 1-ന്ന് 2ക്ക് ജയിച്ചപ്പോൾ ആ കുട്ടിയാണ് ഞാൻ കയറൂല ഉസ്താദ് 2ക്ക്. എന്തേ മനസ്സ് 2ൽ തണുപ്പല്ല ഉസ്താദാണ്. എന്തോ ഒരു കഥ. അങ്ങനെ സദുർസ്താദിന്റെ 18 അടവും കയറ്റി. പക്ഷെ കുട്ടി കയറൂല. പ്രസിഡന്റിനോട് വിഷയം പറഞ്ഞു. പ്രസിഡന്റ് വന്ന് പറഞ്ഞു കുട്ടി കയറൂല. അവസാനം പ്രസിഡന്റ് പറഞ്ഞു എന്റെ മരിച്ചുപോയ വാപ്പാന്റെ മേൽ ഒരു AC ഞാൻ വെച്ചോളാം. അൽഹംദുലില്ലാഹ് 2ൽ വെച്ചു. ആ കുട്ടി 2ക്ക് കയറി. വിഷയങ്ങളൊക്കെ ഉസ്താദിനോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ് ആ കുട്ടിന്റെ ആ കട്ടക്കാലം പൊടിച്ച സ്വഭാവം 10 വരെ തുടരുകയാണെങ്കിൽ 10 ക്ലാസ് AC ആയില്ലേ. അങ്ങനത്തെ ഏതെങ്കിലും ഒരു കുട്ടി ഇവിടെ ഉണ്ടായി കിട്ടിയാൽ അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായി. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു പൈസ ഉള്ള ഒരു കുട്ടി ഓരോരുത്തർ ഞാൻ മദ്രസയിൽ പോകണമെങ്കിൽ തങ്ങൾ പറഞ്ഞ AC വെക്കണം. അങ്ങനെയാണ്. നാളെ എൻ്റെ ഡ്രൈവറെ മുക്കത്ത് ഇങ്ങനെ AC നെ പറ്റി പറഞ്ഞപ്പോ എൻ്റെ ഡ്രൈവർ കുടുംബക്കാരൻ്റെ പെൺകുട്ടി ഓള് വിളിച്ചാണ് പറഞ്ഞു 3ലും AC പറ്റും തങ്ങളോടൊന്ന് പറഞ്ഞാലുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇതിന് താല്പര്യമാണ്. പക്ഷെ അതിന് നിങ്ങൾ റെഡിയാക്കാൻ ഞാൻ എന്ത് ചെയ്യാം. അപ്പൊ അൽഹംദുലില്ലാഹ് എല്ലാം റെഡിയായി. എത്ര അൽഹംദുലില്ലാഹ് നമ്മുടെ ആളാണ്. അൽഹംദുലില്ലാഹ് ഓൺലൈനിലൂടെ അൽഹംദുലില്ലാഹ് 5000 റുപ്യ. അൽഹംദുലില്ലാഹ് ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ കബൂലാക്കണം അല്ലാഹ്. ആ കൂട്ടുകാരന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ കമ്മിറ്റി കൂടി നാളെ തന്നെ ഇതിന് പരിഹാരം കാണുകയാണെങ്കിൽ നാളെ തന്നെ പരിഹാരം കണ്ടോളി. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് കമ്മിറ്റി കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് ശവ്വാലിൽ 10 മദ്രസ ഒന്നിരായ ഖമറുൽ ഉലമ ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതിൽ ഒരു മദ്രസ നിങ്ങളെയും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ഇതൊന്നും ഒരു പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ്. മുട്ടും പലയും കൊണ്ടുവരാൻ അടിച്ച ബാർക്ക് അത്രയും ഒരു വിഷമമല്ല ഒക്കെ റെഡിയാണ്. അപ്പൊ അതുകൊണ്ട് മദ്രസയുടെ എക്സാം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. കാരണം അതിന്റെ മുമ്പ് പറ്റൂലല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിച്ചോളി. അങ്ങനെ തങ്ങൾ വന്നിട്ട് വാർപ്പാക്കി നിങ്ങൾക്ക് ഈ സീറ്റ് തന്നെ കുത്തിരിക്കുക അങ്ങനെ ഇരുന്നും ചെയ്തോളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചതല്ല. ഞാൻ പറഞ്ഞാണ് ഇതിന്റെ മേലുള്ള കംപ്ലൈന്റ് പതൊക്കെയുള്ളത്. തങ്ങൾ ഇപ്പൊ ഇതാര് പറഞ്ഞിട്ട് ഇവിടെ വാർപ്പാക്കാൻ പറഞ്ഞേ എന്ന് ഇവിടുന്ന് ഒരു ഫുലാൻ ചോദിച്ചാൽ അതിന് ജവാബ് ഉണ്ടാവും. അതുകൊണ്ട് മാണ്ടെങ്കിൽ മാണ്ട, ആണെങ്കിൽ ചെയ്താൽ മതി. എന്താ വേണ്ടി പിന്നെയും പറയുന്ന പൈസ അൽഹംദുലില്ലാഹ് 1000 ജാബിർ മിസ്ബായി അല്ലാഹു കബൂലാക്കട്ടെ. അതും കൂടി പറയല. അപ്പൊ ഞാൻ ബേക്കില് മറക്കാൻ നല്ലതാണ്. എന്റെ തടിക്കാത്തിട്ടാണ് പറയുന്നത്. അൽഹംദുലില്ലാഹ് അങ്ങനെ എന്തൊക്കെ സഹിക്കണം എന്നറിയങ്ങള്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാം നല്ല റാഹത്തിൽ പെട്ടെന്ന് നാളെ എന്താ കമ്മിറ്റി വിളിച്ചത് ഇത് പിരിച്ചിട്ടുണ്ടേ സ്വസംഘം. ആ സ്വസംഘം പിരിച്ചുവിടാൻ വിളിക്കണം. ഈ വിഷയം അജണ്ട കമ്മിറ്റി വെക്കുക. മിസ്ബായി പോണതിന് മുമ്പ് മിസ്ബായിക്ക് അവിടെ ഒരു ആചാര്യണ്ട്. ഈ ആചാര്യൻ എല്ലാം കൊടുക്കും. അതുകൊണ്ട് മൂപ്പർക്ക് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ചോറ് ആചാര്യ കൊടുക്കും, ക്യാൻറ്റീനിൽ ശമ്പളം ആചാര്യ കൊടുക്കും, ഉസ്താമാരെ ശമ്പളം കൊടുക്കും, മൈക്ക വാങ്ങിക്കൊടുക്കും. ഇപ്പൊ കസാല വാങ്ങിക്കൊടുത്തു. എല്ലാം ഒരാളാണ്. ഉണ്ടെങ്കിൽ തൗഫീഖാണ്. എത്ര കുട്ടികളുണ്ട്? 60
60 കുട്ടികളുണ്ട്. എല്ലാ മാസം ഞാൻ അവിടെ പോലുണ്ട്. 60 കുട്ടികൾ അൽഹംദുലില്ലാഹ്, വലിയ ദർസ്, എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളാണ്. അല്ലാഹു നല്ല ബർക്കത്തുള്ള ദർസാകട്ടെ അൽഹംദുലില്ലാഹ്. ഇപ്പൊ അത് കണ്ടിട്ട് വേറെ ഒരു ആചാര്യണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ഉണ്ട് വലുത്, അവിടെയും കൂടി ഹിഫ്ളുൽ ഖുർആൻ കോളേജ് തുടങ്ങാൻ വേണ്ടി അതും കൂടി കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് ഇൻഷാ അല്ലാഹ് പുതിയ അഡ്മിഷൻ അൽഹംദുലില്ലാഹ് 10-23 കുട്ടികൾ ഇൻഷാ അല്ലാഹ് അവിടേക്കും വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല റാഹത്തോടെ ഏകദേശം 10-80 കുട്ടികൾ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ പഠി. ഇതൊക്കെ ചെലവാക്കണ ആരാ? ഒരൊറ്റ ആളാണ്. നിങ്ങൾ തൗഫീഖൊക്കെ നിങ്ങൾ നമ്മളിപ്പം ഫലാഹക്ക് നമ്മളെല്ലാവരും കൊണ്ടുപോയിട്ടാണ് ഇപ്പൊ ചക്കിയും മാങ്ങയും കുരുവളകും ഒക്കെപ്പാടെ കൊടുത്ത് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാം. ഇവിടെ ഒരൊറ്റ ആചാര പൈസ ഉള്ള ആളുകൾ കൊടുക്കണ ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ പാലക്കുളത്ത് മദ്രസ ഉണ്ടാക്കുന്നത് 14 ലക്ഷം റുപ്യ ഒരൊറ്റ ആൾ തന്നതാണ്. ഞാൻ അറിയില്ല പോലെ ഇതുപോലെ സദസ്സെന്ന് കൂരാടിൽ വെച്ചുകൊണ്ട് കൂരാട് മക്കാമെന്ന് തേനൂരിൽ പാപ്പാന്റെ ഉറൂസിൽ ദ്വാരന്നിട്ട് ഞാൻ അങ്ങനെ പോകുമ്പോൾ, പക്ഷെ നിങ്ങൾ തെന്നീനൊക്കെ ഞാൻ എല്ലായിടത്തും ദ്വാരക്കലുണ്ട്. ആ ദ്വാരം ദ്വാരന്നപ്പം ഞാൻ പോണ വഴിയിൽ വെച്ചിട്ട് ഒരാള് എന്റെ കൈ പിടിച്ചു. അങ്ങനെ പറഞ്ഞു, ഒരു മദ്രസ ഉണ്ടാക്കാൻ എത്ര ഞങ്ങൾ വേണ്ടി വെച്ചു. എന്നോട് ജീവിതത്തിൽ ഒരാളും അങ്ങനെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റടിക്ക് വെറുതെ പറഞ്ഞു 10 ലക്ഷം റുപ്യ ആവും, എന്നാ ഞാൻ തരാണ്. ഞാൻ ഗതിയാക്ക് സുഖല്ലേ? അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളോട് എത്ര ചോദിച്ചിട്ടാ അപ്പൊ നിങ്ങളൊരു സിമെന്റ് പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒറ്റടിക്ക് ഒരാൾ അങ്ങനെ പറയണേ ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ പാറപ്പള്ളി നമ്മളെ മാണൂരിൽ നിന്നാണ് പോയിട്ടുള്ള ഒരു മക്കാമുണ്ടല്ലോ, കാഞ്ഞിരപ്പള്ളി മക്കാം. ഇതുപോലെ ഉറൂസിന് ഞാൻ പോയി വരുമ്പോ ഈ ടീം അവിടെ ഉണ്ട്. നിങ്ങളെന്തേ വിളിക്കാഞ്ഞ്? ഞങ്ങൾ പൈസ തരാറുണ്ട്. അപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ഗൗരവത്തോടെടുത്ത് നോക്കുമ്പോ 14 ലക്ഷം റുപ്യ ഉണ്ട്. ആ 14 ലക്ഷം റുപ്യ ഉപയോഗിച്ചിട്ടാണ് പാലക്കുളത്ത് അൽഹംദുലില്ലാഹ് മദ്രസ ഉണ്ടാക്കണം. അല്ലാഹു അത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ നന്നായി ദുആർക്കണം. നല്ല കടങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും. ഞാൻ തലവെക്കുന്നത് കൊണ്ട് കുറെ കടങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ ദ്വാരന്നാ മതി. അൽഹംദുലില്ലാഹ് അപ്പൊ അങ്ങ് നടക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങളെ ദുആയും എന്റെ പാവപ്പെട്ട സഹോദരിമാരുടെയും മുതഅല്ലിമീങ്ങളുടെയും ഉസ്താദുമാരുടെയും പ്രായം ചെന്ന ആളുകളുടെയും ദുആയാണ്. നിങ്ങളൊക്കെ ദ്വാരക്കണം. അല്ലാഹു നമുക്ക് സ്വർഗ്ഗത്തിലും ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹൽ അളീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അളീം. എല്ലാവരും എണീറ്റ് നിന്ന് അടുത്ത് നിൽക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസിനെ ഖബൂലാക്കണമല്ലോ. സമയം 12 മണി കഴിഞ്ഞുപോയി. അല്ലാഹുവേ ഞങ്ങൾ നൽകുന്ന സംഭാവനകൾ ഖബൂലാക്കണമല്ലോ. റഷീദ് അലി 1000 അങ്ങനെ ഒരുപാട് ആളുകൾ ആയിരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അടുത്ത് നിൽക്കട്ടെ ഇൻഷാ അല്ലാഹ്. സന്തോഷത്തോടെ നമുക്ക് പിരിയാം. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് ഖബൂലാക്കണമല്ലോ. യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം. ഒരു ലോഡ് കല്ലിന്റെ ആവശ്യം നമുക്കുണ്ട്. കാരണം അത് വാർത്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലേക്ക് ആ പില്ലർ പൊക്കണം.
പൊക്കിയിട്ട് ആ ഷീറ്റ് അതേ മുകളിലിടണം. അപ്പം താള് അടിയിൽ ഒരു ചൂടും ഉണ്ടാവില്ല, സന്തോഷത്തോടെ ഇരിക്കുക. വേണ്ടി വന്നാൽ അൽഹംദുലില്ലാ മുകളിലും ഇൻഷാ അള്ളാ പിന്നീട് അതിന് ചുമരൊക്കെ വെച്ചാൽ വൃത്തിയാക്കും ചെയ്യാം. ആരെങ്കിലും സദസ്സിൽ അൽഹംദുലില്ലാ അങ്ങനെ ആ ഒരു ആയിഷ 1000 രൂപ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അങ്ങനെ ആരെങ്കിലും അൽഹംദുലില്ലാ ആ ഒരു ലോഡ് കല്ല് ഇൻഷാ അള്ളാ ഞാൻ തരാം എന്ന് സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് ഏറ്റെടുക്കാം. അല്ലാഹുവേ നീ ഖൈർ ബറക്കത്ത് നൽകണം അല്ലാഹ്. സ്വന്തം വീടിന് വേണ്ടി 2000-ങ്ങളും 2500-കളും ഒക്കെ കല്ലുകൾ ചെലവഴിച്ചപ്പോ നമ്മുടെ മദ്രസക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരു 200 കല്ല് ഞാൻ ഏൽക്കട്ടെ എന്ന സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കാം. അല്ലാഹുവേ നീ കബൂലാക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. യാ ഫത്താഹു യാ അല്ലാഹ്, 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 യാ ഫത്താഹു യാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. യാ അല്ലാഹു യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ നൂർ യാ അല്ലാഹ്, യാ ഖഹാർ യാ അല്ലാഹ്. സാധുക്കളാണ്, പാപികളാണ് അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അഫ്വ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അഫ്വ് നൽകണം അല്ലാഹ്. അർദ്ധരാത്രി ഞങ്ങൾ ഒരുമിച്ച് കൂടി അല്ലാഹുവേ മഗ്രിബ് മുതൽ ഇവിടെ വന്നവരുണ്ട്. ആ സമയം മുതൽ 12 മണി വരെ 12:30 വരെ ഈ സദസ്സിൽ ഇരുന്നവരാണ്. വയലുകൾ കേട്ടിട്ടുണ്ട്, സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലിയിട്ടുണ്ട്. നല്ല മനസ്സോടെ സംഭാവനകൾ നൽകിയവരാണ് അല്ലാഹുവേ. ഈ മജ്ലിസ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. പാപ്പയുടെ നോട്ടമുള്ള മജ്ലിസാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഈ മജ്ലിസ് കാരണമായി ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, അറ്റാക്ക് നീ നൽകല്ല അല്ലാഹ്, പ്രഷർ പ്രമേഹങ്ങൾ നീ നൽകല്ല അല്ലാഹ്, മാറാത്ത ഊരവേദനകൾ, തലവേദനകൾ, കൈക്കാൽ കടച്ചിലുകൾ, അപസ്മാര രോഗങ്ങൾ അല്ലാഹുവേ നീ ശിഫ നൽകണം അല്ലാഹ്. ഗർഭിണികളാകുന്ന സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണം അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ്. വിൽക്കാനുള്ളത് മാന്യമായ വിലക്ക് വിൽക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഒരാളെ മുമ്പിലും സ്വന്തം കാര്യത്തിന് വേണ്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനേ അല്ലാഹ്. ഒരാളെ മുമ്പിലും സ്വന്തം കാര്യത്തിന് വേണ്ടി കൈ നീട്ടേണ്ട ഗതികേട് ഞങ്ങൾക്കോ ഞങ്ങളെ മക്കൾക്കോ ഞങ്ങളെ പരമ്പരക്കോ നീ നൽകല്ല അല്ലാഹ്. പരിശുദ്ധമായ റമദാൻ ഞങ്ങളുടെ മുമ്പിലാണ്. റജബ് ഞങ്ങളിൽ നിന്ന് സലാം പറയുകയാണ് അല്ലാഹുവേ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളെ ഈ മദ്രസക്ക് വേണ്ടി ഈ സമയം വരെ ശമ്പളത്തിന് വേണ്ടി കാശുകൾ തന്നവരുണ്ട്, അതിനെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് സഹായിച്ചവരുണ്ട് അല്ലാഹുവേ. ഈ നാട്ടിലും മറുനാട്ടിലുമുള്ള എത്രയോ സഹോദരങ്ങൾ സഹായിച്ചവരുണ്ട്. ഇപ്പോഴും ഈ പരിപാടി നടത്താൻ കടം വരുമോ എന്ന് ഭയന്നുകൊണ്ട് എന്റെ ഒന്നിരായ കൂട്ടുകാരൻ എത്രയോ ആളുകളെ നാട്ടിന്റെ പുറത്തുള്ള ആളുകളൊക്കെ കണ്ടപ്പോൾ പലവരും സംഭാവനകൾ നൽകിയവരുണ്ട്. എല്ലാവരിലും നീ ഖൈർ നൽകണം അല്ലാഹ്. എന്റെ പാവപ്പെട്ട സഹോദര സഹോദരിമാരോട് മദ്രസയൊന്ന് വാർക്കണമെന്ന് പറഞ്ഞപ്പോൾ 100 ചാക്ക് സിമന്റുകൾ നൽകിയവർ, കമ്പിക്ക് വേണ്ടി 55,000 നൽകിയവരുണ്ട്, എംസാനുകൾ നൽകിയവർ, മെറ്റലുകൾ നൽകിയവരുണ്ട് അല്ലാഹുവേ. പണിക്കൂലികളിലേക്ക് 1000-ങ്ങളും 2000-ങ്ങളും ഏറ്റെടുത്തവർ, 5000 ഏറ്റെടുത്തത് എല്ലാം നീ കബൂലാക്കണമല്ലോ. 313 മദ്രസകൾ സമുദായത്തിന് വേണ്ടി സമർപ്പിക്കണം. അതിൽ 113ാമത്തെ മദ്രസ തുടങ്ങിയത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുമ്പോൾ വല്ലതും ദുനിയാവിൽ ജീവിച്ചു എന്നതിന് തെളിവാക്കി ബാക്കിയാക്കി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമല്ലോ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ബന്ധങ്ങൾ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാ.
ഒഴിവാക്കി ഇതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ ഈ ഭാഗ്യം നൽകണം അല്ലാഹ്. എന്റെ സദസ്സിലുള്ള ഉമ്മമാര്, ഉപ്പമാര്, കൂട്ടുകാർ പലപ്പോഴായി ഇതിന്റെ ചുറ്റുഭാഗങ്ങളിൽ ഞാൻ വരുമ്പോഴൊക്കെ സഹായിക്കുന്നവരാണ്. വിശിഷ്യ ഫലാഹിന് വേണ്ടി പലപ്പോഴും ഞാൻ കൈനീട്ടുമ്പോൾ അല്ലാഹ് സഹായിക്കുന്ന കൂട്ടുകാരാണ്. എല്ലാവരിലും നീ ഖൈറ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, വിദേശത്ത് ജോലി ചെയ്യുന്ന കൂട്ടുകാരിൽ നീ ഖൈറ് ബറക്കത്ത് നീ നൽകണം റഹ്മാനേ. അല്ലാഹ് ഖൈറ് ബറക്കത്ത് നീ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, നീ ഖൈറ് ബറക്കത്ത് നൽകണം റഹ്മാനേ. അല്ലാഹ്, മരിക്കുന്നതിന് മുമ്പ് മദീനയിൽ ഞങ്ങൾക്കൊന്ന് എത്തണം. മുത്തുനബിയുടെ പൂമുഖം മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊന്ന് കാണണം. അല്ലാഹുവേ, അതിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഹജറുൽ അസ്വദ് ഒന്ന് ഞങ്ങൾക്ക് ചുംബിക്കണം, നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഇബ്രാഹിം മഖാമിന്റെ പിന്നിലിരുന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. അറഫാ മൈതാനിയിലൊന്ന് സംഗമിക്കണം. മിനായിലും മുസ്ദലിഫയിലും ഒന്ന് രാപ്പാർക്കണം. പുണ്യഭൂമികളിൽ ഞങ്ങളുടെ നെറ്റിയൊന്ന് വെക്കണം. ആ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയണം. അല്ലാഹുവേ, അല്ലാഹുവേ, ആരോഗ്യ സമയത്ത് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളെ മക്കളൊക്കെ പരീക്ഷ എഴുതിയ മക്കളാണ്, വിജയം നൽകണം അല്ലാഹ്. SSLC +1 +2 ഡിഗ്രികൾ എഴുതിയവരുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന കോഴ്സിലെത്താനുള്ള മാർക്കുകൾ അവർക്ക് നീ നൽകണം അല്ലാഹ്. പാപ്പയെയും ഉമ്മയെയും ചീത്ത പറയുകയോ ധിക്കാരം കാണിക്കുകയോ ചെയ്യുന്ന മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെ മക്കളെ പെടുത്തല്ല റഹ്മാനേ. അല്ലാഹ്, കുരുത്തക്കേട് വാങ്ങുന്ന മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെ മക്കളെ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. സാധുവായ ഞാൻ എത്രയോ മജ്‌ലിസുകളിൽ പോയി ഇതുപോലെ പള്ളിക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി, സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി, പാവങ്ങളെ വിവാഹം ചെയ്തേക്കാൻ വേണ്ടി കാശ് ചോദിക്കുമ്പോൾ അവിടെയൊക്കെ സംഭാവന തരുന്നവരോടൊക്കെ പറഞ്ഞത് ദുആയാൽ അല്ലാഹുവേ, ഇവിടെയും എന്റെ പാവപ്പെട്ട കൂട്ടുകാർ നൽകിയത് മുഴുവനും നീ കബൂലാക്കണം റഹ്മാനേ. ഒന്നും നൽകാൻ കഴിയാത്തവരും ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, അവരിലും നീ ഖൈർ നൽകണം റഹ്മാനേ. അടുത്ത ശവ്വാൽ ലാസ്റ്റെങ്കിലും ഇൻഷാ അല്ലാഹ് ഞങ്ങളെ മദ്രസയുടെ പണി പൂർത്തീകരിച്ച് സന്തോഷത്തോടെ ഞങ്ങളെ മക്കൾ അതിൽ കയറ്റണം. അതിന് ഞങ്ങൾക്ക് അറിയാത്ത വഴികൾ ഇനിയും ഞങ്ങൾക്ക് തുറന്നു തരണം അല്ലാഹ്. ഇതിന്റെ പിന്നിൽ പലവരും പ്രവർത്തിച്ചവരുണ്ട്, ഖൈർ നൽകണം അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير النبي الأمي وعلى آله وصحبه وسلم جميع الأنبياء والمرسلين والحمد لله رب العالمين. പരിശുദ്ധമായ റമദാൻ 4-ാണ് എന്റെ ഉപ്പ മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ, ഉപ്പാക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ആ ഉപ്പ മരിച്ച ദിവസം മുഴുവൻ ഉപ്പാപ്പമാരുടെയും ആണ്ട് നേർച്ച ഞാൻ നടത്താറുള്ളൂ. കൊല്ലത്തിൽ ഒരു തവണ എന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് ഇതിൽ പലവരും വരുന്നവരാണ്. റമദാൻ 4 എന്നാണെങ്കിലും അന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഉച്ചക്ക് അവിടെ എത്തുകയും വൈകുന്നേരം 5:30 മജ്‌ലിസ് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നോമ്പ് പറക്കാനുള്ള ഭക്ഷണവുമായി പോരാം. കഴിഞ്ഞ വർഷം 18 കിൻഡലാണ് വെച്ചത്. ഇൻഷാ അല്ലാഹ് ഈ വർഷം 20 കിൻഡൽ വെക്കണം. അല്ലാഹുവേ, എല്ലാം നീ കബൂലാക്കണം റഹ്മാനെ. അതിന് സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ എല്ലാവർക്കും നീ ഖൈർ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നിങ്ങൾ അവസാനം നിങ്ങളെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മജ്‌ലിസിന് വേണ്ടി നിങ്ങൾ നൽകുക. ഒന്നുമില്ലെങ്കിലും കൈ പിടിച്ചു പോകാം. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ്. صلى الله على محمد صلى الله عليه وسلم. 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 صلى الله
الله على محمد صلى الله عليه وسلم صلى 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 الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിയ വീട് അലിസ്ഥാന്റെ വീട്ടിലാണ്. ആ ഭക്ഷണം ഉണ്ടാക്കിയ സഹോദരിക്കും വലിയ ഖൈറും ബറക്കത്തും നീ നൽകണം റഹ്മാനെ. എനിക്കിനി ഭക്ഷണം കഴിക്കാൻ ഞാൻ പോരുന്നില്ല, അതുകൊണ്ട് പിണങ്ങരുത്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ വരാം. അസ്സലാമു അലൈക്കും.